സുപ്രഭാതം സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യത്തെ ദിവസമായിരിക്കുകയാണ്. ഇന്നലെ രാത്രി വന്നു നല്ലൊരു ഉറങ്ങി കുളിച്ച് സെറ്റായിരുന്നു കേട്ടോ. ഇതാണ് രാവിലത്തെ ഇവിടുത്തെ കാഴ്ച. ഇതിപ്പം നമ്മൾ ഇത് നമുക്ക് ഇന്ന് പരിപാടി വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അതുവരെ നമ്മൾ റൂമിൽ പോസ്റ്റാണ്. ഇപ്പോൾ രാവിലത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അന്ന് വീഡിയോ എടുത്തില്ല. എല്ലാവർക്കും അതൊരു ബോറാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിച്ച് ഫ്രഷായി സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണം, ഫുഡ് കഴിക്കണം. നമ്മുടെ അജയ് ബ്രോ എഴുന്നേറ്റ് അവൻ ഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വൈഫൈ ഉണ്ട്, അത് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആവാൻ കുറച്ച് താമസമുണ്ട്. മൊബൈൽ ഇൻ്റർനെറ്റിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഇട്ടതാണ്. 18 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതെ 18 അല്ല 13 GB ഉള്ളതാണ്. ഇതുവരെ നമുക്ക് 8 GB ആയതേ ഉള്ളൂ. ഭയങ്കര സ്ലോ സംഭവം. ഇന്ന് വൈകിട്ടോടു കൂടി അപ്ലോഡ് ആവുമെന്ന് തോന്നുന്നു. കൊള്ളാം. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. വർക്കൗട്ട് എക്യുപ്മെൻറ്റ്സ്, ബാക്കിയുള്ള സാധനങ്ങൾ. ഓക്കെ, ഇനി താഴോട്ട് പോട്ടെ. അജയ ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നലെ കാണിച്ചതുപോലെ. ഇന്നലെ കാണിക്കാൻ വിട്ടുപോയ സ്ഥലമുണ്ട് കേട്ടോ. ഒരു ഇടനാഴി, ഇവിടെ ഒത്തിരി ഇടനാഴി ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ നഗരഭംഗികളൊക്കെ ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ടുള്ള ഓക്കെ, ചെരുപ്പൊക്കെ കാലി കയറ്റിയിട്ട് താഴോട്ട് പോട്ടെ. ഇനിയിപ്പോൾ വാവ്, ഇവിടെ കൂട്ടിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ നോക്കാമായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ചെക്കൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളിനി നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവുകയാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി ഫുഡ് കഴിക്കാം. എങ്ങനെ പടിയിറങ്ങാന്നോ? ഇത്തിരി വാമ്പായിക്കോട്ടെ. എനിക്ക് വയ്യ, അതൊക്കെ പണ്ട്. നീ വയ്ക്ക. പണ്ട് ഒരാവശ്യമില്ലാതെ മത്സരിക്കും. കൂടെ ചിലപ്പോൾ ഒരാൾ പോകാതിരിക്കും. ജയിക്കണം. ഹിങ്കിള് പോളോ കിടന്നു. വൈഫൈ പാസ്വേഡ് വാങ്ങണം. ഇന്നലെ വീഡിയോ അപ്ലോഡായി തീരും. ഓക്കെ, ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട്. ഹുസൈനെ പുറത്തുനിന്നാ പറഞ്ഞു. ഹുസൈനെ കണ്ടില്ലല്ലോ. പുറത്ത് വരാൻ പറഞ്ഞു. നമുക്ക് പുറത്താണ് സുഹൃത്തുക്കളെ ഫുഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിച്ചാ 10 മണി വരെ ഉള്ളൂ. എന്ത് ഫുഡ് 10 മണി വരെ ഉള്ളു? ഉറങ്ങിയിട്ടില്ല. ഓക്കെ, എന്തൊക്കെയുണ്ട്? പൂരിയുണ്ട്, ദോശ ഉണ്ട്, സാമ്പാറുണ്ട്, പച്ചക്കറി ഉണ്ട്. ലൈറ്റ് കുറവാ. നമ്മുടെ അവിടുത്തെ ഫുഡ് തന്നെയാണ് ഇവിടെ. മുട്ട കറി നമ്മൾ തന്നെ സെർവ് ചെയ്യുന്ന കുഴപ്പമില്ലല്ലേ? നമ്മൾ എടുത്താൽ മതിയാ? പൂരിയുണ്ട്. ഒന്നുകൂടെ എടുത്തോടാ. അതൊക്കെയാണ് അല്ലേ? എനിക്ക് പൂരി വരും. വെള്ളയാകും.
ബഹുരി എവിടെ പോടാ നീ പ്ലേറ്റ് ഉണ്ട് കഴിച്ചു കഴിഞ്ഞോ? കൊച്ചു നിക്കറോട്ടുണ്ടെന്ന് കറങ്ങുന്നു. കറിയിടോ, കറി ഒഴിക്കോ? കറി സാമ്പാറുണ്ടോ? ചിക്കൻ വേണോ? ആ ചിക്കൻ, ചിക്കൻ കറി കൊണ്ടോ? ചിക്കൻ കൊണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ പിന്നെ ചാറ് ഒഴിടാ. മതിയോ? ഇനി വേണോ? എടാ മുട്ട വേറെന്തുകൊണ്ട്? ചമ്മന്തി. മുട്ട ഒന്ന് തന്നെ. നേരത്തെ വരണേരുന്നു, മനസ്സിലായോ? എടാ ഈ ചെറിയ എണീക്കണ്ടേ? അത് കൊള്ളാം. ആളാ ഫോൺ ചാടി എണീച്ച് വരുന്ന. എന്തേലും അപ്പോൾ സുഹൃത്തുക്കളെ പൂരിയാണേ. പൂരിയും ചമ്മന്തി മുട്ടയും ചായ ഉണ്ടല്ലോ. ചായ അപ്പോൾ ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ. ദിലീപേട്ടൻ്റെ റൺവേ സിനിമ കുറേ ഭാഗമൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അവിടുന്ന് പരമശിവം ഇറങ്ങി വരുന്നത്. ഓ പറയുന്നൊരു മര്യാദയാണ്. അല്ലല്ല, തമാശയല്ല. ഒരുപാട് കുറച്ച് സിനിമകളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇല്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു. എവിടെ? ഇത് ഈ കാണുന്നത്. ആ നമ്മൾ അവിടെ നമ്മൾ ഇറങ്ങി വന്ന. യെസ്, ആ ഗില്ലി വണ്ടി കിടക്കുന്നു. അതെ വണ്ടി ആണോ കൊണ്ടാ നോക്കണം. അതെ, ഇത് മ്യൂസിക് ഇറങ്ങി. കൊച്ചുങ്ങളോ? ഓക്കേ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടാ. ഇനി നേരെ നമ്മുടെ മിഥിൽ രാജും നമ്മുടെ ബാക്കിയുള്ള ഫൈറ്റേഴ്സിൻ്റെ റൂമിലോട്ട് പോട്ടും. ബാ, ഇനി സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്നലെ നൈറ്റ് ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വന്നതേ ഉള്ളൂ. അതിനുശേഷം ഇനി അവരൊന്ന് റെഡി ആവണം. അതുവരെ നമുക്കും ടൈമുണ്ട്. ഓക്കെ, നമ്മളെ ചായ കുടിക്കാൻ പോകണം കേട്ടോ. പ്രൊഡക്ഷൻ ചായ വന്നില്ല, ചായ തീർന്നത്. നമ്മൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു ഫുഡ് കഴിക്കാനായിട്ട്. ഓക്കെ, ചായ കുടിക്കാൻ പോവാം. എനിക്ക് കട്ടൻ കിട്ടിയാൽ മതി. കൊച്ചു ചായക്കടയെല്ലാം ഉണ്ടാകും ഇവിടെയൊക്കെ. കോപ്പി റൈറ്റ് വരും. കണ്ട മ്യൂസിക്കൊക്കെ ഇട്ടാൽ ഓട്ടോ വറുത്.
ഓക്കെ. അപ്പോൾ നമ്മൾ ചായക്കട നോക്കി പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ചെറിയൊരു ശൂലം ഒക്കെ വെച്ചിട്ട് തൊഴുവാനൊക്കെ ഉള്ള വിളകൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ടുള്ളതാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ. അമ്പരചുംബിയായ എന്തിനാണ് ശ്രീ ചിത്രയല്ലേ? ആ എന്നാ ശ്രീ ചക്രയാണ്. ശ്രീ ചിത്ര ചോദിക്കുന്ന എന്തിന് ഇറങ്ങി പോടാന്ന് പറയും. ഇതെന്തിനാ അണ്ടർഗ്രൗണ്ടാടാ? അണ്ടർഗ്രൗണ്ട് അപ്പുറത്താണ്ടാവുക. ഇതിൻ്റെ അടിയിലാണ് ഇത്. ജയിച്ച് ട്രോഫിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ വൈഫൈ പാസ്വേഡ് വാങ്ങണമല്ല, ഇത് അപ്ലോഡ് ചെയ്തിട്ട് പോവാം. അല്ല അണ്ണ അങ്ങോട്ട് പോയി ഇല്ല, നോക്കട്ടെ തീർന്നാ നോക്കട്ടെ. ഇന്നലെ രാത്രി വീഡിയോ അപ്ലോഡിനിട്ടതാണ്. ഇതുവരെ അപ്ലോഡായി തീർന്നിട്ടില്ല. നെറ്റ് ഭയങ്കര സ്ലോ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം, ലോബിയിൽ മാത്രമേ വൈഫൈ കണക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ അപ്ലോഡിനിട്ടിട്ട് ഇവിടെ കുറച്ച് സമയം ഇരിക്കാം. അപ്ലോഡായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ആയാലും വീഡിയോ അപ്ലോഡായി തീരത്തില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ ഇരിക്കട്ടെ. വീഡിയോ അപ്ലോഡ് ആവുമോ ഇല്ലയെന്ന് നോക്കാം. എന്നിട്ട് നേരെ റൂമിലോട്ട് പോകാം. നമുക്ക് മണി 9:30 ആയതേ ഉള്ളൂ. 10:30 ശേഷമാണ് നമുക്ക് റെഡി ആവേണ്ടത്. ഓക്കെ, അപ്പം ഇത് കഴിയട്ടെ കേട്ടോ. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും കുറച്ച് ടൈമും കൂടെ ഉണ്ട് കേട്ടോ. വെറുതെ റൂമിൽ ഇരുന്ന് കിളി വരുന്നത്, അങ്ങനെ എല്ലാം കൂടെ കിളി ഇറങ്ങി. എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഫുഡ് കഴിക്കാൻ. ഫുഡൊന്നും വന്നില്ല. നമ്മളെ പണ്ട് മുതലേ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എടാ ഡോറ് തുറന്നു കിടക്കുന്ന നമ്മുടെ ചേട്ടാ, ഇതാ ഈ ലിഫ്റ്റ് കണ്ടോ? രണ്ടും താഴെ പോയി. പഴയ കാല ലിഫ്റ്റാണ്. നമ്മൾ അതിൽ തന്നെ അങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ വന്നത്. പക്ഷെ അത് നമ്മുടെ ഈ എന്താണ് റൺവേ സിനിമയിലും പല സിനിമകളിലും കണ്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ട്. അത് കയറി പോണ ഇത് CB ഉണ്ടോ? എടാ സേതുരാമ CB ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം കുറേ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന ഹോട്ടലാണ്. ഓക്കെ, ക്യാമറാമാൻ അബൂക്ക കസും അതിൽ തുറക്കൂ. വേണ്ട കൊള്ളത്തില്ല. ഗ്രൗണ്ടിലേക്കാണോ പോകുന്നത്? നിങ്ങളത്രക്കാരനെ ആ ഗ്രെയിൻസ്. ഓ യാ, ഇതിന് 50 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി അമ്മ കളിയാക്കിയതാ. പുളിയാണ്. ഇതാണ് പുളി. ഇത് കാട്ടിലേക്ക്. എടാ കാട്ടിലേക്കാണ്. കാട്ടിലേക്ക്. യെസ്, ഞാൻ ഇപ്പോഴാണ് ഇല ശ്രദ്ധിച്ച. ദിസ് ഇസ് എ കാട്ടുനെല്ലിക്ക മരം. എടാ കാട്ടുനെല്ലിക്ക, കാട്ടുനെല്ലി. ആലാണെന്ന് തോന്നുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് തെറ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടുത്തെ സെക്യൂരിറ്റി മാമൻ്റെ അടുത്ത് ചോദിച്ചു, മാമ ഇതെന്താണ് സംഭവം? മാമ ഇവിടെ അടുത്ത് പറഞ്ഞു ഇതൊരു മരമാണെന്ന്. നെല്ലിയല്ല, ഇതൊരു മരമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇതിലൊരു കൊച്ചു കാ വരുമെന്ന് പറഞ്ഞു. അത് നെല്ലിയല്ലെന്ന് പറഞ്ഞു. സോറി, എൻ്റെ തെറ്റാണ്. ഞാൻ ക്ഷമ ചോദിക്കുന്നത് എൻ്റെ അറിവില്ലായ്മയാണ്. ആത്മാർത്ഥത 100%. അതെ,
ഞാൻ മരമല്ല എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ബാറിലോട്ട് എന്നാ ബാറിലോട്ട് ചെയ്യാൻ വേണമെങ്കിൽ അല്ലേ? ഇല്ല, കയറി ലിഫ്റ്റ് കയറി. അവിടെ വരുമല്ലേ? സൂമിങ് ഇല്ല അതിനകത്ത്, സൂമിങ് ഇല്ല. 2x ഇല്ലേ? 2x എങ്ങനെ? എന്തൊക്കെ സംഭവിക്കുക ഉണ്ട്. ആ അവിടെ എത്തിയ സൂം ചെയ്യുന്ന എങ്ങനെ? കൈ കാണിച്ചേ സീനെ, കൈ കാണിച്ചേ. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മന്തി ബിരിയാണി? മന്തിയല്ല, ചോറ്, പൊരിച്ച മീൻ, സാമ്പാർ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് സുഹൃത്തുക്കളെ. ചോറ്, പൊരിച്ച മീൻ, വഞ്ചര മീൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഉച്ചക്കത്തെ. ഇനിയിപ്പോൾ നേരെ ജിമ്മിലോട്ട് പോകണം. ബാക്കിയുള്ള ടീമൊക്കെ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. നല്ല വയറുകുത്ത്, അയ്യോ ഇനി ടൈമില്ല, നേരെ അങ്ങോട്ട് പോയല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് ടീമിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട് കേട്ടോ, ഇതിൽ പേര് വാങ്ങി. ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകണം. അപ്പോൾ അതിട്ടുകൊണ്ട് പോകണം. അതിടാനായിട്ട് ബാക്കിയെല്ലാം ഓക്കെയാണ്. അതിട്ടിട്ട് നമുക്ക് വന്നു. അതുകൊണ്ട് നേരെ റൂമിലോട്ട് പോകും. അപ്പോൾ നമ്മൾ അവരൊന്ന് വിളിച്ചു. നമ്മൾ ഡ്രസ്സ് മാറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് ആ വണ്ടിയിലാണ്, ആ കാറിലാണ് നമ്മൾ പോകുന്നത്. മറ്റവർ വന്നില്ല, അവർ ഇവിടെ ഇറങ്ങുന്നില്ല. അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ താഴെ പോകണം പറ. ഓക്കെ, മെൽക്കവും ഓക്കെ. സ്ഥലത്തെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങളുടെ ജിം. ഓക്കെ, ഗ്രാവിറ്റി ഫിറ്റ്നസ് ജിം. ജിമ്മിനുള്ളിലാണ്. എന്താണ് ജിത്തു? ഐ എം ജിത്തു. ഓക്കെ, മാസ്റ്റർ ഉണ്ടായിരുന്നു. മാസ്റ്ററാണത്. ഇതെന്താ? ഇതാ ഇവിടെയും കിടക്കുന്നു. നൈസായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി കേട്ടോ. അല്ലെങ്കിൽ ചെറുക്കനൊക്കെ പോയ വഴി തെറ്റും. അടുത്തത് നമ്മൾ ഹോട്ടലിലേക്ക്. ഇതാണ്ടാ ജിം. ഇതായിരുന്നു ശരിക്കുള്ള വഴി. അണ്ടർഗ്രൗണ്ടിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഏരിയ പോയി. ഞാനല്ല പോയത്. ജിമ്മിനുള്ളിൽ ആ ഇതാ അവനാ നമ്മളെ വഴി തെറ്റിച്ചത്. ഓക്കെ, ജിം ആയകനാ. ഷൂസ് ഏതാണ് ഇവിടെ എടുത്തോ, കുഴപ്പമില്ല. ഓ യെസ്, ജിമ്മിനകത്ത് വേറെ ഷൂ നമ്മളിവിടെ പോലെ ഇട്ടിട്ടുണ്ടേ. ഓക്കെ, ബ്രൗസ് മുകളിലോട്ട് പോവാം.
ടിഷ്യൂ എല്ലാം ലോക്ക്ഡ്. പഞ്ചിങ് ചെയ്യണം. എന്താ ഇവൻ ഒളിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടായി. ഓക്കേ. ഓ കുറ്റാക്കൂരിട്ട് വാവ് സ്വർഗം. ചോറൊക്കെ കയറ്റിട്ടാണ് വെയിറ്റ് വെക്കണം. എൻ്റെ മോനെ സെറ്റ്. പക്ഷെ നമുക്ക് ഇതിലൊന്നും നമുക്കൊരു പരിപാടി ഇല്ല കേട്ടോ. നമുക്ക് ഒള്ളി ഫൈറ്റ് ഓൺ ഫൈറ്റ്. നമുക്ക് ഒരു സ്ഥാനത്തിൽ ഇതിലൊന്നിലൊന്നുമില്ല. ഒള്ളി ഫൈറ്റ്. അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടെ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കാണാം കേട്ടോ. ഓക്കെ, ഞാൻ പറയാ കാര്യങ്ങൾ എന്തായാലും. അപ്പോൾ സുഹൃത്തുക്കളെ വൈഷൂട്ടായി കാട്ടാറ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടാ. ഇന്ന് നേരെ റൂമിലോട്ട് പോകണം. അത് നമ്മൾ കഴിക്കണം. അത് ചിലപ്പോൾ റൂമിൽ പോയിട്ട് കഴിക്കണം. ഓക്കെ, എന്ന് പറയുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെന്താ പറയൂ. പറയട്ടെ? വേണ്ട, അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. മാടിമ എന്നാ പോകും. കറങ്ങാത്ത ഷവായ എനിക്ക് വേണ്ട. ഇവിടെ മാസ്റ്ററിൻ്റെ GMC അല്ല, GMC അല്ലല്ലേ, എന്താണ്? ഓക്കെ, മാസ്റ്ററിൻ്റെ വണ്ടിയാണ് കേട്ടോ. പൊളി. നമുക്ക് പോയാലാ? 15 ഡേറ്റ് പറഞ്ഞത് അറിയടാ. പോകുന്നു മാസ്റ്ററിൻ്റെ ടൊയോട്ട സുഹൃത്തുക്കളെ, നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. All peoples are good. അവനെ ഒരു കള്ള് മേടിക്കാൻ വിടുന്നു. കാരണം ഇതെല്ലാം കണ്ടു പഠിക്കുമല്ലോ. ഇവിടെ യൂട്ടേൺ ഉണ്ടോ? ഒരു ലൈക്ക് ഇത് കൊടുത്താൽ ഇത് കൊടുക്കും. നമ്മൾ മറ്റേ സന്ധി ആണല്ലേ, ബൈപ്പാസ് ആണല്ലേ, അപ്പറയാണോ നമ്മള് ഇതിനകത്തോട് പോയി.
Amazing. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശ്രീചക്ര ഹോട്ടൽ പാലക്കാട്. This is the first star hotel in Palakkad and ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസുകൾ വന്ന് താമസിച്ചിരുന്ന ഒരു ഹോട്ടലായിരുന്നു ഇത്. ഇപ്പോൾ ഇവനെ നിങ്ങൾക്കറിയാമോ? വെറുതെ കുന്തളിപ്പൊക്കെ കാണിച്ചിട്ട് അല്ല കുന്തളിപ്പ് അല്ല എല്ലാത്തിനും കിടന്ന് കുന്തളിപ്പ് വന്നിട്ട് അനങ്ങാതെ പോവല്ലേ. നേരെ റൂമിലോട്ട്. ഹലോ, നമ്മൾ റൂമിൽ ഇരുന്നിട്ട് ഇരുത്ത വരാതെ പാലക്കാടിൻ്റെ തെരുവീതികളിലൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. എന്തിനാണ് പോകുന്നത്? ചായ കുടിക്കാൻ. ചായക്കടയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. രാവിലെ നമ്മൾ ഇറങ്ങിയായിരുന്നു ചായ കുടിക്കാനായിട്ട്, പക്ഷേ ഒരു ചായക്കടയും കണ്ടില്ല. സത്യം പറഞ്ഞാൽ ചായക്കട ഉള്ള സ്ഥലത്ത് നമ്മൾ പോയില്ല, എത്തിപ്പെട്ടില്ല. ഇത് ജിം എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്ന സ്ഥലമാണല്ലേ? അതെ, ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത്. രാവിലെ ഇന്ന് രാവിലെയാണോ ഇന്നലെ രാത്രിയാണോ വന്നത്? അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ലോട്ടറി എടുത്തത്. ഓക്കെ, അതല്ലേ ഇപ്പോൾ അടിച്ചത്. ഓക്കെ 1000 രൂപ പോയി. ഒരു ലോട്ടറി എടുത്ത സുഹൃത്തുക്കളെ 1000 രൂപ പോയി, മിക്സായിപ്പോയി, ജസ്റ്റ് മിസ്. ഓക്കെ, പിന്നെ നാളത്തെ എടുത്താലോ? അതെ, എന്തേരുണ്ടാകും? പാലക്കാടൻ ബേക്കറികൾ. ഓ, പാലക്കാടൻ ബേക്കറി. പഴുത്തി ചവിട്ടരുത്. നീ പാലക്കാടൻ ബേക്കറി എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ കേട്ട രാത്രി നല്ല തിരക്കുണ്ട് കേട്ടോ. ഓ, നമ്മൾ വന്ന വഴിക്ക് ഒരു തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള തട്ടുകടയാണ്. പക്ഷേ നമുക്ക് ഫുഡ് റൂമിൽ കിട്ടും, അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല. ഞാൻ തിരിച്ചു പോയപ്പോൾ കാണിച്ചു തരാം. ഞാൻ അപ്പോൾ സംസാരത്തിലായിപ്പോയി, വീഡിയോ എടുത്തില്ല. ബസ് അങ്ങനെ സുഹൃത്തുക്കളെ, അണ്ണൻ ചവിട്ടി തന്നതാണ് നമുക്ക് ചാടാൻ. താങ്ക് യു അണ്ണ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ഷവർമ ഷവായി കട കണ്ടു സുഹൃത്തുക്കളെ. എന്തുവാ ഷവർമ കഴിക്കാം? ഓ യാ, നാല് ഫുൾ മീറ്റ് ഷവർമ പറഞ്ഞു കേട്ടോ. വെയിറ്റിംഗ്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഐറ്റം. നേരെ മറ്റേ അവൻ വീട്ടിൽ പോയല്ലേ നമ്മുടെ എടാ, അവൻ്റെ പേര് എനിക്ക് എപ്പോഴും ഉസ്മാൻ എന്നേ വരുള്ളൂ കേട്ടോ. ഹുസൈൻ. അതെ, ഹുസൈൻ ബോൾട്ട്. ഇനി അവൻ്റെ കാര്യം പറയുമ്പോൾ ഹുസൈൻ ബോൾട്ടിനെ ഓർമ്മിക്കാം. അതെ, ഹുസൈൻ വീട്ടിൽ പോയേട്ടാ. അവന് വയറിന് അതല്ല പാവം. അവൻ നേരെ റൂമിലോട്ട് പോയേട്ടാ. പാവപ്പെട്ട ചെയ്ത് കളയാണ്. വീട്ടിൽ ഇനി നമ്മൾ റൂമിൽ പോയിട്ടേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ മുഴുവൻ ഭയങ്കര പൊടിപടൽ. നമ്മൾ പിന്നെ ഭയങ്കര ഹൈജീനിക്കായിട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ടേ അല്ലേ? അതെ. ആ റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇപ്പോൾ അപ്പുറം കടന്നാൽ അതെ, ഇവിടുത്തെ വൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് മാറി കഴിയാനാണ് കേട്ടോ. വൺ വിഷയമാണ്. വണ്ടികളെ എന്നെ കൂടെ കൊണ്ടുപോടാ. അപ്പറേ ക്ലിയർ. ഒരു ലൈറ്റ് ഇടാതെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് തള്ളിയിടാം. അമ്മച്ചി വരച്ച് വരുന്നുണ്ട്. ബട്ടർസ്കോച്ച് യോഗട്ട് അത് വാങ്ങണം കേട്ടോ. എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ട് വന്നാൽ പോരാ? ഇനിയും പറഞ്ഞോ ഫുഡ് കഴിച്ചിട്ട്? ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയാൽ പോരെ? കഴിച്ച് പോവാം. ഇവിടെ കാണുമോ? ഒരു സംഭവം ഉണ്ട് കേട്ടാ, യോഗട്ട് ഫ്ലേവറുള്ള യോഗട്ട് അല്ലേ? ഫ്ലേവർ യോഗട്ട് ഇവിടെ കാണും. ബേക്കറി വരും. അങ്ങോട്ട് കാണുമോ ബേക്കറി? യോഗട്ട് കാണും. ആ, ഇവിടെ കാണും.
ഓക്കെ നോക്കട്ടെ. നമ്മൾ ആദ്യം കയറിയ കടയിൽ യോഗട്ടില്ല സുഹൃത്തുക്കളെ. നമ്മൾ വേറൊരു ഷോപ്പിലോട്ട് പോട്ടെ. ഇതാണ് യോഗട്ട് കൊണ്ട് പോകുന്നത്. അപ്പം നമ്മുടെ പ്രോട്ടീൻ ഐറ്റമാണ്. നമുക്ക് നല്ല എനർജി ഉണ്ടാവും. നമുക്ക് നാളെ വർക്കുള്ളതല്ലേ. സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നടാ, അപ്പുറത്താണ്. ഇതാണ്ട് സൂപ്പർ മാർക്കറ്റ് ഇതാണ്. അതാണ് ഇത് ബേക്കറിയാണ്. ഇവിടെ കയറി നോക്കുന്നുണ്ടോ? നോക്കട്ടെ. സാധനം കിട്ടിയേട്ടാ. ഇതാണ് സാധനം. വാട്ടർ സ്കോച്ച് അല്ല, ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ മിൽക്കി മിസ്റ്റിൻ്റെ ബ്ലൂബെറി. ഇത് സ്ട്രോബെറി ബ്ലൂബെറി. ഓക്കെ, തണുപ്പ് അടിപൊളി. എൻ്റെ മോനെ പൊളി. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചേട്ടാ. സാധനം കയ്യിലുണ്ടോ? ഓക്കെ, സാധനം കയ്യിലുണ്ട്. നമ്മളെ ഹുസൈൻ ബ്രോ റൂമിൽ പോയി. അവരെ വിളിച്ച് താഴെ ഇറക്കണം കേട്ടോ. നമ്മൾ പുറത്തിരുന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട്, നമ്മൾ റോഡ് സൈഡിനല്ല, ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് മേലോട്ട് പോവാം. അപ്പോൾ ഇതാണ് സാധനം. നമ്മൾ നോക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കട്ടെ സംഭവം നടന്നത്. ഇത് അങ്ങനെയല്ല കീറാനുള്ള, ഇങ്ങനെ കീറണം. കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? അല്ല, എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല, പക്ഷേ ക്വാണ്ടിറ്റി കുറവല്ലേ. 170 ക്വാണ്ടിറ്റി കുറവ്, പക്ഷെ സാധനം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ റേറ്റിനൊത്ത അത്ര ക്വാണ്ടിറ്റി ഇല്ല. സാധനം ചെറുത്. നമ്മൾ പാക്കിംഗ് ഒക്കെ വലുതായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി തീരെ ചെറുത്. കുഴപ്പമില്ല, കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. இவன் வந்து பெரிய ஆளு பார்த்தில்லையா? ഓ ഒന്നാമത് ചെറുക്കനാണ് ലാസ്റ്റ് കയറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹുസൈൻ ബോർഡ് ഇതൊക്കെ ബലമില്ല കേട്ടോ. നീ അതിൽ കയറി ഇരിക്കണതിന് നോക്ക്, ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ? അതിൽ കയറി ഇടിക്കുന്നു. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ അണ്ടാക്കും അടക്കട്ടെ. വാതിൽ തുറപ്പ് ജണ്ടക്കാരി. കലാകാരനാ. Oh yeah. നീ പിടിച്ചു. You are my camera. ഇതെടുക്കട്ടെ. ഓഫാക്കിട്ട് വരാം. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ തിരിക്കാം സുഹൃത്തുക്കളെ. 3, 2, 1. ഇവ യാറ്. അപ്പൊ സുഹൃത്തുക്കളെ, പറ ഇന്ത്യ ചെയ്യാം വീഡിയോ ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, വയറ് നിറഞ്ഞില്ല. ഇനി നമുക്ക് പ്രൊഡക്ഷൻ ഫുഡ് വരും. നമ്മൾ ജസ്റ്റ് ഈ ഷവർമ കഴിച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ ടാറ്റാ.